ഹലോ, ജോസഫ് എഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കാലിന് വയ്യ എന്ന് നിലവിളിക്കുന്ന വേദയാണ്. വേദയുടെ നിലവിളി കേട്ട് അവിടേക്ക് വന്നതാണ് കമലയും ശ്രീജയും. വേദയെ ഉപദ്രവിച്ചു എന്ന് കേട്ടതും ശ്രീജയും കമലയും വിക്രമിനെ തല്ലുന്നുണ്ട്. എല്ലാം വേദയെ എടുത്തു നിന്ന് വിക്രം ആലോചിച്ചു നിൽക്കുന്ന വിക്രമിനോട് വേദ പറയുന്നുണ്ട് തന്നെ ഒന്ന് താഴെ വെക്കാനെന്ന്. പിന്നീട് കാണിക്കുന്നത് ദർശന്റെ മുന്നിൽ ഇരിക്കുന്ന രാധയെയാണ്. ഓട്ടോ തിരിച്ചു കിട്ടാൻ വേണ്ടി പണം കൊടുത്തതിന് നന്ദി പറയാണ് രാധ ദർശനോട്. പിന്നീട് കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഓരോന്ന് പറയുന്ന നന്ദിനിയാണ്. നന്ദിനി രാധയെ വിളിക്കുകയും തുടർന്ന് അവരെ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് രാധ. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലെത്തിയ വിക്രമിനെയാണ്. വിക്രമിനെ കണ്ടതും അവർ എല്ലാവരും എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ വിക്രം അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അതിനിടെ ജോസഫ് പറയുന്നുണ്ട് ശ്രീനിവാസൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നും അവിടെ വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നും. ഇത് കേട്ടതും വിക്രം അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ തടഞ്ഞു നിർത്തിയ രാധയാണ്. രാധയോട് വിക്രം ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിടക്കുന്ന വേദയുടെ അടുത്തേക്ക് വരുന്ന കമലയാണ്. കമല കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കായലിന് ചൂട് പിടിക്കാനായി ചൂടുവെള്ളം എടുത്ത് വരാമെന്ന് പറഞ്ഞ് കമല അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ അഭിനയിച്ച് കാര്യങ്ങൾ പറയുന്ന വർഷയെയും. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.